+1 എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ചോദിച്ച് ഓരോരോ ചാപ്റ്ററുകൾ ബോട്ടണികളിൽ നിന്ന് ഓരോരോ ചാപ്റ്ററുകൾ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നമ്മുടെ ബയോളജി ക്ലാസിഫിക്കേഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് നമ്മുടെ ഡയാറ്റംസിന്റെ കാര്യങ്ങൾ അല്ലേ. അതിന്റെ ആ ഡയാറ്റംസ് എന്താണെന്നുള്ള കാര്യവും ഡയാറ്റമേഷ്യസ് എന്താണെന്നുള്ള കാര്യവും അതിന്റെ ഫംഗ്ഷൻസും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ദെൻ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നോസ്റ്റോക്കിന്റെ ആ ഒരു ചിത്രം തന്നു കഴിഞ്ഞിട്ട് എല്ലാ വർഷവും ചോദിച്ച് കാണാറുള്ളതാണ് ഈ ഒരു ചിത്രം തന്നിട്ട് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. അത് എന്താണ്, ഒന്നെങ്കിൽ അത് ഏതാണ് സാധനം ചോദിക്കാം, ഇല്ലെങ്കിൽ അതിന്റെ ഹെട്രോസിസ്റ്റിന്റെ ഫംഗ്ഷൻ ചോദിക്കാം, അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോളുക. പിന്നെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറസിന്റെ സ്ട്രക്ചർ, ആ വൈറസിന്റെ സ്ട്രക്ചർ വന്നു കഴിഞ്ഞിട്ട് അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത്, ഒരു RNA പ്രോട്ടീൻ കോഡിന്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബയോളജി ക്ലാസിഫിക്കേഷനിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗസ് എന്ന ചോദ്യങ്ങൾ വളരെ റെയർ ആണ് എപ്പോഴും വരാറുള്ളത്. ഒന്നെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗസ് ചോദിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ റീപ്രൊഡക്ഷൻ ടൈപ്പുകൾ ഏതൊക്കെയാണ്, ആ റീപ്രൊഡക്ഷൻ ടൈപ്പുകൾ എന്നുള്ള ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. അതായത് ആ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഓരോരോ സ്റ്റേജുകളുണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രോട്ടിസ്റ്റൈൽ കുറേ പഠിക്കേണ്ട ഒരു സാധനമുണ്ട്. പ്രോട്ടിസ്റ്റൈൽ മുഴുവനായിട്ട് എടുത്തിട്ട് ഓരോന്നിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറില്ല, എപ്പോഴും ചോദിക്കാറുള്ളത് അമീബോയിഡ് പ്രോട്ടോസോൺസ്, ഫ്ലജെല്ലേറ്റഡ്, സീലിയേറ്റഡ്, സ്പോറോസോൺസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു മാച്ച് ദ ഫോളോവിങ് തന്നിട്ട് അത് കറക്റ്റ് ആയിട്ടൊന്ന് മാച്ച് ചെയ്യാന്നുള്ളതാണ് വരാറുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കി ബാക്ടീരിയയിൽ നിന്നുള്ള ചോദ്യം വരാറുണ്ട്. അതായത് തെർമോസ്ഡോഫൈൽസ്, ഹെലോഫൈൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും. പിന്നെ ആണെങ്കിൽ സെക്ഷൽ സൈക്കിൾസ് ഓഫ് ഫംഗി നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അതും എന്തായാലും പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ദെൻ ഇനി നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചെന്ന് റെക്കോർഡ് ഇട്ട ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗന്റെ ആ ഒരു ടേബിൾ. ആ ഒരു ടേബിൾ എടുത്തിട്ട് വൃത്തിയായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ പകുതി ഓക്കെ എന്നാണ് പറയാൻ പറ്റുക. ബിക്കോസ് എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ക്ലാസിഫിക്കേഷൻ ആൽഗ എന്നൊരു ചോദ്യം മസ്റ്റ് ആണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രയോഫൈറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഫണോറിയന്റെ സ്ട്രക്ചർ വന്നു കഴിഞ്ഞിട്ട് അത് എന്താണെന്നുള്ള കാര്യമൊക്കെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. സ്പോറോഫൈറ്റ് ആണോ, ഗമീറ്റോഫൈറ്റ് ജനറേഷൻ ആണോ, ആ സ്പോറോഫൈറ്റിലെ ഓരോരോ ഭാഗങ്ങൾ ABCD എന്നൊക്കെ പറഞ്ഞ് തരാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും കണക്റ്റഡ് ആയിട്ട് എല്ലാ ടോപ്പിക്കും പഠിക്കാനുള്ള പോലെ പ്രോത്താലസ്, നമ്മുടെ റെഡോഫൈറ്റ്സിലെ, സ്പോറോഫിൽസ്, ജിംനോസ്പെംസിലെ കാര്യങ്ങളാണ്. ആൻഡ് ടെഡോഫൈറ്റ്സിൽ വരുന്നതാണ് കോറലോയിഡ് റൂട്ട്സ്, പ്രോട്ടോണിമ. ഈ പ്രോട്ടോണിമ നമ്മുടെ ബ്രയോഫൈറ്റിന്റെ ഗമീറ്റോഫൈറ്റ് സ്റ്റേജ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നോളുക. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ എങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും, ഉറപ്പാണ്. ദെൻ പിന്നെ നോക്കുവാണെങ്കിൽ ആൽഗന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. നമ്മുടെ അഗാറാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഒരു 4 എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അഗാർ കിട്ടുന്നത് എവിടെ നിന്നാണ്, ഏത് പ്ലാന്റിൽ നിന്നാണ് കിട്ടുന്നത്, അഗാറിന്റെ യൂസസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചോളുക കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. പിന്നെയാണെങ്കിൽ ഈ ഹെറ്ററോസ്പോറിന്റെ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് ഹെറ്ററോസ്പോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പോൾ ആ ഹെറ്ററോസ്പോറി ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്, കുറേ വട്ടം ചോദിച്ച് കണ്ടിട്ടുണ്ട് മക്കളെ. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക കേട്ടോ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബ്രയോഫൈറ്റ് ഇല്ലെങ്കിൽ ജിംനോസ്പെർമ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഈ 4 പ്ലാന്റ്സ് ഗ്രൂപ്പ്സിന്റെ ഡീറ്റെയിൽസ് എന്നിട്ട് അത് കോളത്തിലേക്ക് താഴേക്ക് എടുത്തിടാനായിട്ട് പറയാറുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ജനറൽ ഫീച്ചേഴ്സുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മോർഫോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ റീജിയൻസ് ഓഫ് റൂട്ട് വരാറുണ്ട്. പിന്നെ സൊളാനേസിയ ഫാമിലി, ആകെ ഒരു ഫാമിലിയെ പഠിക്കാനുള്ള ആ സൊളാനേസിയ ഫാമിലിന്റെ ആ ഒരു കാര്യങ്ങൾ, അതിന്റെ ഫ്ലോറൽ ഫോർമുലയും ഫ്ലോറൽ ഡയഗ്രം എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോരാതെ അവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്ലേസന്റേഷന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ആ പേരുകൾ പഠിച്ചാൽ മതി. ഒരു അറ്റ്ലീസ്റ്റ് 1 എക്സാമ്പിളൂടെ ഒന്ന് ഓർത്ത് വെച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവറിന്റെ പൊസിഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്, അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇൻഫ്ലോറസൻസ് അതിന് ഈക്വൽ ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താണ് ഈസ്റ്റിവേഷൻ, ടൈപ്സ് ഓഫ് ഈസ്റ്റിവേഷൻ ഏതൊക്കെയാണെന്ന് പഠിക്കുക, അതിന്റെ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചോളൂ കേട്ടോ. പിന്നെ അതിൽ ഈ പീ പ്ലാന്റ്, ആ പീ പ്ലാന്റിന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ആ ഒരു വെക്സിലറി ഈസ്റ്റിവേഷന്റെ ആ ഒരു ഡീറ്റെയിൽസുകളൊക്കെ ഏതൊക്കെയാണ് ആ പാർട്ടുകൾ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്സ് ഓഫ് വീനേഷൻ, റെറ്റിക്കുലേറ്റും പാരലൽ വീനേഷനും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ചിത്രം വന്നിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫോട്ടോസിന്തസിസ് വരുന്ന ചോദ്യമാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് റിയാക്ഷന്റെയും ഡാർക്ക് റിയാക്ഷന്റെയും ഡിഫറൻസസ് പഠിക്കണം. അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ C4 പാത്വേ, അവിടെ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ക്രാൻസ് അനാട്ടമി ഉണ്ട്, അനാട്ടമിന്റെ കാര്യങ്ങൾ പഠിക്കണം, അതിന് എക്സാമ്പിൾസ് പഠിക്കണം, എന്തുകൊണ്ടാണ് അവിടെ പ്രൊഡക്ടിവിറ്റി കൂടുതൽ, അവിടുത്തെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അത് C3ലും C4ലും കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അവിടുത്തെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഏതാണ്, അവിടെ പ്രൈമറി CO2 അക്സെപ്റ്റർ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക.
പഠിക്കുക. ഇതിന്റെ ലൊക്കേഷൻസും കാര്യങ്ങളും എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്കിന്റെ ഡിഫറൻസ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ലീഫ് അനാട്ടമി, നമ്മുടെ ക്രാൻസ് അനാട്ടമിന്റെ കാര്യങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതിന്റെ റീസൺ എന്താണെന്നുള്ള കാര്യം ചോദിക്കാം. പിന്നെ നമ്മൾ നേരെ ഈ സെൽസിൽ ഈ ഫോട്ടോസിസ് നടക്കുന്ന സെല്ലുകൾ ഏതൊക്കെയാണ്, ഇത് നമ്മുടെ മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീറ്റ് സെല്ലും അത് ഏതൊക്കെയാണെന്ന് അറിയണം. ആൻഡ് ഇവിടെ കാണുന്ന എൻസൈമിന്റെ പേരെന്തായിരിക്കാം, ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ചാൻസുകളുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ നമ്മുടെ റെസ്പിറേഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോസിസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ C3 സൈക്കിളിന്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്, സ്റ്റേജസ് എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അതും പഠിച്ചു വെച്ചോളുക. പിന്നെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഫേസസ്, ഈ ലോഗ് ആൻഡ് സ്റ്റേഷനറി ഫേസസുകൾ, ഈ കർവിന്റെ പേര് സിഗ്മോയിഡ് കർവ്, അതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ട് ചോദ്യം വരുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ ഫംഗ്ഷൻസ്. ഇതിന്റെ ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും കാണാനായിട്ടില്ല. അപ്പൊ എന്തായാലും ഈ ഫംഗ്ഷൻസ് ഉറപ്പായിട്ട് പഠിച്ചു വെച്ചുകൊള്ളുക. എല്ലാത്തിന്റെയും അറ്റ്ലീസ്റ്റ് ഒരു 5 ഫംഗ്ഷൻസ് വെച്ച് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല കേട്ടോ. ദെൻ ഇനി അനാട്ടമിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഈ വാസ്കുലാർ ബണ്ടിൽസിന്റെ ടൈപ്സ് ഓഫ് വാസ്കുലാർ ബണ്ടിൽസ്. ഇനി അതുപോലെ തന്നെ അതിന്റെ അനാട്ടമിയിൽ ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ്, ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട്, ഇതിന്റെ എല്ലാം ഡിഫറൻസസ് പഠിച്ചേ പറ്റുള്ളൂ. മേജർ ആയിട്ടുള്ള ഒരു 5 ക്യാരക്ടേഴ്സ് നിങ്ങൾ പഠിക്കണം, ഒരാളുടെ 5 ക്യാരക്ടേഴ്സ് വെച്ച് പഠിക്കണം. അത് അങ്ങനെ ഡിഫറൻസസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ അതിന്റെ കറക്റ്റായിട്ട് ചൂസ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ചൂസ് ചെയ്ത് താഴേക്ക് എഴുതാനായിരിക്കും ചോദിക്കുക. അങ്ങനെ തന്നെ ഇച്ചിരി കൂടി എളുപ്പമാണ്, പക്ഷെ മറ്റേതായിരിക്കും നമ്മൾ കൂടുതൽ ചോദ്യം ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത് കേട്ടോ. പിന്നെ അനാട്ടമി, അതായത് 3 എണ്ണത്തിന്റെ ഈ ചിത്രം മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അതായത് ഡൈക്കോട്ട്, മോണോക്കോട്ട് ആൻഡ് ഇതിന്റെ റൂട്ട്, സ്റ്റെം, ലീഫിന്റെ എല്ലാം ആ ഡയഗ്രാംസ് ഒന്ന് നോക്കി വെച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ആ ഒറ്റ പ്രാവശ്യം നോക്കുമ്പോഴേ ഒരു 2-3 മിനിറ്റ് എടുത്ത് നമ്മൾ ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ബുളിഫോം സെൽസ് എന്താണ് എന്നുള്ള കാര്യങ്ങളോട് നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ +1 എക്സാമിന് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള, എപ്പോഴും വന്ന് കാണാറുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ മോർ വീഡിയോസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ബൈ ബൈ.